51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ജാർഖണ്ഡിലെ ദേവ്ഗർ എന്ന സ്ഥലത്തുള്ള ബാബ വൈദ്യനാഥ് ക്ഷേത്രത്തിലാണ്. 12 ജ്യോതിർലിംഗങ്ങളിലൊന്നായ ഈ വൈദ്യനാഥ് ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് സതീദേവിയുടെ ഹൃദയഭാഗം പതിച്ച ജയദുർഗ ശക്തിപീഠവും സ്ഥിതി ചെയ്യുന്നത്. പരമശിവൻ വൈദ്യനാഥനായും പാർവതീദേവി ജയദുർഗയായും ഭക്തർക്ക് ദർശനം നൽകുന്ന ബാബ വൈദ്യനാഥ ധാമത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേപ്പാളിലെ 3 ശക്തിപീഠങ്ങളുടെയും ദർശനം കഴിഞ്ഞ് ബീഹാർ അതിർത്തി വഴിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നേപ്പാളിലെ ജനക്പൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ പുണ്യക്ഷേത്രങ്ങളിലൂടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും യാത്ര ചെയ്ത് അവയുടെ കാഴ്ചകളും കഥകളും പുരാണങ്ങളും ചരിത്രവും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ ഉദ്യമത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന അപേക്ഷയുമായി വീഡിയോയിലേക്ക് കടക്കുകയാണ്. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ജയദുർഗ ശക്തിപീഠ ക്ഷേത്രത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജാർഖണ്ഡിലാണുള്ളത്. ജാർഖണ്ഡിലെ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് ഈ ശക്തിപീഠ ക്ഷേത്രം ഉള്ളത്. അതായത് വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ശക്തിപീഠവും ഇവിടെ ഉള്ളത്. ഇതുകൊണ്ട് ഈ ക്ഷേത്രത്തിലോട്ട് വരുന്ന 4 വഴിക്കും ഇതുപോലെ അനേകം കടകൾ കാണാം. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതുപോലെ പേട കൊടുക്കുന്ന കടയാണ്. ഇവിടെ ഇങ്ങനെ വഴിപാടായിട്ട് ഇങ്ങനെ പേട അമ്പലത്തിൽ കൊണ്ട് സമർപ്പിക്കുന്ന ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇങ്ങനെ പേട പല സ്ഥലങ്ങളിൽ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പേട ഉണ്ടാക്കി ഇവിടെ തന്നെ ഉണ്ടാക്കി പേട കൊടുക്കുന്നതാണ്. ഇങ്ങനെ ആൾക്കാർ ചെറിയ ബോക്സിനകത്ത് ഇങ്ങനെ പേട മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഭഗവാനെ സമർപ്പിച്ചിട്ട് അത് തിരിച്ച് പൂജിച്ച് നേദിച്ച് തിരിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നത് കാണാം. നമ്മൾ ഈ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കും ശക്തിപീഠ ക്ഷേത്രത്തിലേക്കും ഒക്കെ കയറുന്നത് ഒരേ കവാടം വഴിയാണ്. ഇതാണ് സിംഹദ്വാരം എന്നറിയപ്പെടുന്ന കവാടം. ഈ കവാടം വഴിയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഇത് മുകളിലൂടെ ഈ ഒരു ഓവർ ബ്രിഡ്ജ് വഴിയൊക്കെ ആൾക്കാർ ദർശനത്തിനായിട്ട് ക്യൂ നിൽക്കുന്നതാണ്. ഇവിടെ മിക്കവാറും എല്ലാ സമയത്തും ഇവിടെ നല്ല തിരക്കുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മൾ ഈ സിംഹദ്വാരം വഴി അകത്തേക്ക് കയറി നമുക്ക് ഇടതുവശത്തോട്ട് നടക്കാം. ഇടതുവശത്തോട്ട് നടന്ന് നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ടുപോകാം. നമുക്ക് ക്ഷേത്രത്തിന് ഇതൊക്കെ ക്ഷേത്രം കുറച്ച് മുന്നിലായിട്ടാണ്. നമ്മൾ ഇടതുവശത്തോടെ നടന്ന് ഇവിടെ വഴി സൈഡിലൊക്കെ എന്തെല്ലാം കാഴ്ചകളാണ് ഉള്ളതെന്ന് നോക്കി നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഓരോ പൂജാരിമാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ പൂജ ചെയ്യിക്കാനായിട്ടൊക്കെയുള്ള പൂജാരിമാരുടെ ഒരു തിരക്കാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ സിംഹദ്വാരം വഴി അകത്തോട്ട് കയറി ഇടതുവശത്തൂടെ ആണ് നമ്മൾ നടന്നു വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഈ മുകളിൽ നേരെ ഈ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ജയദുർഗ ശക്തിപീഠ ക്ഷേത്രം. സതീദേവിയുടെ ഹൃദയഭാഗം വീണത് ഈ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഈ കാണുന്നത് ശക്തിപീഠ ക്ഷേത്രവും ആ നേരെ മുന്നിലായിട്ട് കാണുന്നത് അവിടെ നേരെ മുന്നിലായിട്ട് ആ കാണുന്നതാണ് ജ്യോതിർലിംഗ ക്ഷേത്രം. അതായത് ഈ ശക്തിപീഠ ക്ഷേത്രവും ജ്യോതിർലിംഗവും തമ്മിൽ ഇങ്ങനെ ഒരു റിബൺ പോലെയുള്ള ഒരു സാധനം കൂടി ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ഇങ്ങനെ ശിവനെയും ശക്തിയെയും തമ്മിൽ ഉള്ള ആ ബന്ധം, ശിവനെയും ശക്തിയും തമ്മിൽ ഇങ്ങനെ റിബൺ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇവിടുന്ന് ആദ്യമേ ഈ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ പുറകിൽ കൂടെ വലത് വെച്ച് നമുക്ക് മുൻ സൈഡിലോട്ട് പോകാം. നമ്മളങ്ങനെ ഈ ജയദുർഗ ശക്തിപീഠ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രദക്ഷിണം ചെയ്ത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഈ ഏകദേശം മുൻവശത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ അനേകം ആൾക്കാർ കൂടി നിൽക്കും. ഇവിടെ പല ക്ഷേത്രങ്ങൾ, ഇതിൻ്റെ ചുറ്റും പല ക്ഷേത്രങ്ങൾ, 21 ക്ഷേത്രങ്ങൾ ഈ 2 ക്ഷേത്രങ്ങളിലും കൂടി ഇരിക്കുന്ന ഈ കോമ്പൗണ്ടിൽ മറ്റ് 21 ഉപദേവതമാരും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ ഈ ജയദുർഗ ക്ഷേത്രത്തിൻ്റെ ഏകദേശം മുൻവശത്തായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് വൈദ്യനാഥ ക്ഷേത്രം. ഇതാണ് ഈ നേരെ മുന്നിൽ കാണുന്ന ഇതാണ് ജ്യോതിർലിംഗ ക്ഷേത്രം. വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രമാണ് ഈ കാണുന്നതാണ് ജയദുർഗ ക്ഷേത്രം. അതായത് 2 ക്ഷേത്രങ്ങളും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ്. ഈ 2 ക്ഷേത്രങ്ങളും തമ്മിൽ പരസ്പരം ഇങ്ങനെ റിബണ് കൊണ്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. കാരണം ശിവശക്തി ഐക്യം സൂചിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ റിബണ് കൊണ്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ജയദുർഗ ക്ഷേത്രം. 51 ശക്തിപീഠങ്ങളിൽ സതീദേവിയുടെ ഹൃദയഭാഗം പതിച്ച ക്ഷേത്രമാണ് ഈ കാണുന്ന ജ്യോതിർലിംഗ ക്ഷേത്രത്തിനോട് ചേർന്ന് കാണുന്ന ജയദുർഗ ശക്തിപീഠ ക്ഷേത്രം. നമുക്കെന്താണെങ്കിലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ക്ഷേത്രത്തിന്, അതായത് ഈ വൈദ്യനാഥ ക്ഷേത്രത്തിനും കൂടി ഒരു പ്രദക്ഷിണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഈ കാണുന്നതാണ് വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലൂടെ മുന്നിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ്. മുന്നിൽ ക്യൂ നിൽക്കുന്ന ഓവർ ബ്രിഡ്ജിൽ കൂടെ ആൾക്കാർ ദർശനത്തിനായിട്ട് ക്യൂ നിന്ന് പോകുന്ന ഇതാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 21 മറ്റ് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ആ ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നമുക്ക് ആദ്യം ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വന്നിട്ട് ഈ വൈദ്യനാഥ ക്ഷേത്രത്തിനും കൂടെ ഒരു പ്രദക്ഷിണം ചെയ്ത് വന്നിട്ട് കാണാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം, ഇന്ന് ഹനുമാൻ ജയന്തിയും കൂടാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ കൂടുതലാണ്. ഇങ്ങനെ അനേകം ക്ഷേത്രങ്ങൾ ഈ ചുറ്റുവട്ടത്തായിട്ട്
ചെറുതും വലുതുമായിട്ടുള്ള അനേകം ഉപദേവതാ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. ആ ക്ഷേത്രത്തിലോട്ടൊക്കെ നമുക്ക് ഇതുണ്ട്. ഇതാണ് വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ മതിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പൂജാരിമാർ ഭയങ്കരമായിട്ട് നമ്മളെ ഈ ക്യാൻവാസ് ചെയ്യാനായിട്ട് വരും. പൂജ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, ദർശനത്തിനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയൊന്നും പെട്ടുപോകാതെ നമ്മളിവിടുത്തെ ഞാൻ പറയുന്നത് ഇവിടെ വന്ന് ക്യൂ നിന്ന് തന്നെ ദർശനത്തിന് പോകാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മളിവർ ഈ പൂജാരിമാരുടെയൊക്കെ വല വീണ് കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ ഇവർ കാശ് ദർശനം ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെങ്കിൽ കാശൊക്കെ വെറുതെ നമ്മൾ കളയാതെ നമ്മൾ ശരിയായിട്ടുള്ള മാർഗ്ഗത്തിൽ തന്നെ കുറച്ച് നേരം ഒരു 5-6 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും അങ്ങനെ ദർശനത്തിന് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ സർക്കാർ സംവിധാനത്തിൽ തന്നെയുള്ള കൂപ്പണുകൾ കിട്ടും. ആ കൂപ്പണുകൾ മേടിച്ച് ദർശനത്തിന് പോകുന്നതായിരിക്കും. നമ്മളിപ്പോൾ മോളിൽ കാണുന്നതുണ്ട്, ഇവിടെ ഒരാളിരിക്കുന്നതുണ്ടോ, അവിടെ ഇരുന്ന് ഇത് തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിക്കുകയാണ്. ഈ ശക്തി ക്ഷേത്രം, ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ വൈദ്യനാഥ ക്ഷേത്രം, ആ കാണുന്നതാണ് ശക്തി ഈ പീഠക്ഷേത്രം. ഇത് തമ്മിൽ ഇങ്ങനെ റിബൺ ഉണ്ട്. ഇതിങ്ങനെ കെട്ടാനായിട്ട് അവർ കയറി പോകുന്നതാണ്. ഇങ്ങനെ വഴിപാടിനായിട്ട്, ഇതൊരു വഴിപാടാണ്. ഈ വഴിപാടായിട്ട് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ആ വഴിപാടിനുള്ള തുക നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ റിബണ് ഇങ്ങനെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കും. അത് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ്. ഇപ്പോഴും നമ്മുടെ പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ടില്ല. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് ചെയ്യുന്ന നമ്മുടെ ശിവ ക്ഷേത്രത്തിൻ്റെ വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് വരാം. അങ്ങനെ നേരെ നമ്മളിപ്പം ക്ഷേത്രത്തിനകത്ത് കയറി ആദ്യം നമ്മൾ കയറി ഉടനെ തന്നെ നമ്മൾ ഈ ശക്തിപീഠ ക്ഷേത്രത്തിനൊരു പ്രദക്ഷിണം ചെയ്തു. ശക്തിപീഠ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത് നമ്മൾ ഈ വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്തായിട്ട് വന്നു. ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ ഇത് ഈ റിബൺ പോലെയുള്ള സംഗതി ഇത് ബന്ധിപ്പിക്കുന്നുണ്ടോ, മോളിൽ കണ്ടോ, മോളിൽ നിന്ന് ഇങ്ങനെ ഇവർ ഈ റിബൺ ബന്ധിപ്പിച്ച് ഇത് അവിടെ മുകളിലോട്ട് അതായത് ദേവീ ക്ഷേത്രവും ശക്തി ക്ഷേത്രവും ശിവൻ്റെ ക്ഷേത്രവും തമ്മിൽ ഈ റിബൺ കൊണ്ട് ബന്ധിപ്പിക്കുന്നത്. ഇതൊക്കെ ഓരോ വഴിപാടിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ ആൾക്കാരെ കണ്ടോ, ഇതിൻ്റെ മുകളിൽ കയറി ആൾക്കാർ ഇതിൻ്റെ മുകളിൽ പോകും. മുകളിൽ പോയി അവിടെ കെട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ടും കിട്ടും. അപ്പോൾ ഇതാണ് ശക്തി ക്ഷേത്രം, ഇതാണ് ശിവക്ഷേത്രം. അപ്പം നമ്മളിപ്പോൾ നേരെ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടോ, മുകളിൽ കൂടെ കണ്ടോ, 2 ക്ഷേത്രങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നതാണ് കാണുന്നത്. ഇതുപോലെയുള്ള ശിവനും ശക്തിയും ഒരേ സ്ഥലത്ത് ശിവനും ശക്തിയും കൂടെ കുടികൊള്ളുന്ന പുണ്യ പരിപാവനമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വൈദ്യനാഥനും അതുപോലെ തന്നെ ജയദുർഗയും സതീദേവിയുടെ ഹൃദയത്തിൻ്റെ ഭാഗം പതിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ക്ഷേത്രങ്ങൾക്കും, അതായത് ശക്തിപീഠ ക്ഷേത്രത്തിനും വൈദ്യനാഥ ക്ഷേത്രത്തിനും നമ്മൾ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഈ കോമ്പൗണ്ടുകളിൽ തന്നെ അനേകം ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട്. ആ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ കാണുന്നതാണ്, ഈ മുകളിൽ കാണുന്നതാണ് ശക്തിപീഠ ക്ഷേത്രം. ഈ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഇങ്ങനെ ഒരു ജഗജ്ജനനി ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ഈ ജഗജ്ജനനി ക്ഷേത്രം അതിനുള്ളിൽ അനേകം ചെറിയ മൂർത്തികൾ കാണാം. ഇതാണ് ജഗജ്ജനനി ചരിത്രം. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടുത്തെ ഒരു കാര്യമാണ്, ഇവിടുത്തെ ഈ പണ്ഡിറ്റുകൾ, ഇവിടുത്തെ ഈ പൂജാരിമാർ ആര് കയറി വന്നു കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ പൈസ 2 കാലും കയ്യിലും ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ അന്നേരം പൈസ മേടിക്കുന്നവർ കണ്ടോ. ഇങ്ങോട്ട് നോക്കി, ഒന്നും പറഞ്ഞില്ല, അവർ വന്ന കയ്യിൽ അങ്ങോട്ട് നേരെ അവരെ അങ്ങ് അനുഗ്രഹിച്ച് കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാനായിട്ടാണ് പറയുന്നത്. ഇവിടെ ആദ്യം കാണുന്നത് ഇവിടെ ശിവൻ്റെ ഒരു പ്രതിമയാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഇത്രയും ഒരു ആൾക്കാരെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ക്ഷേത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കണ്ടോ, ഇങ്ങോട്ട് നിൽക്കുക, പൈസ ചോദിക്കുന്നത് കണ്ടോ, ദേഹത്ത് തട്ടിയിട്ടുണ്ട്, പൈസ കൊടുക്കാത്ത അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതാണ് പിന്നെ ക്ഷേത്രം. ഇത് ഇങ്ങനെ ദേവിയുടെ ചെറിയ ക്ഷേത്രങ്ങൾ ഇവിടെ കാണാം. ഇവിടെ ഒരു ഗണേശ ഭഗവാന്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ഇവിടെയും ഒരു ദേവിയാണ് കാണുന്നത്. ഇവിടെയും ശിവനും പാർവതിയായിരിക്കും ഇങ്ങനെ ഒരു വിഗ്രഹം ഇവിടെ കാണാം. ഇവിടെ ഇതുപോലെ ചെറിയ വിഗ്രഹങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൂജാരിമാർ ഇങ്ങനെ ഈ വേഷം കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് വരുന്ന ആൾക്കാരോട് വരുന്നവരെല്ലാം പൈസ ചോദിച്ചിട്ട് പോകുന്നുണ്ട്. ഈ ജഗജ്ജനനി ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇടതുവശത്തൂടെ, അതായത് 2 ക്ഷേത്രത്തിനും കൂടെ നമ്മൾ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗണേശ മന്ദിരമാണ് ഇവിടെ കാണുന്നത്. ഗണേശ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബ്രഹ്മാവിൻ്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ ബ്രഹ്മാവിൻ്റെ ഒരു ക്ഷേത്രമാണ്. ഇവിടെയും കണ്ടോ ഒരാളിങ്ങനെ തലയിൽ മാലയൊക്കെ ഇട്ടിരിപ്പുണ്ട്. അകത്തോട്ട് ആൾക്കാർ കയറി കഴിഞ്ഞാൽ
അവരുടെ നിന്ന് പൈസ നിർബന്ധിച്ച് മേടിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഇവിടെ കാണുന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. ഈ ബ്രഹ്മക്ഷേത്രമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാണുന്നത് ഇവിടെ സന്ധ്യാദേവിയുടെ ഒരു ക്ഷേത്രമാണ്. മാ സന്ധ്യാ മന്ദിർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സന്ധ്യാദേവിയുടെ ഒരു ക്ഷേത്രമാണ് ഇവിടെയും കണ്ട്. ഇവിടെ ആൾക്കാർ ആ സന്ധ്യാദേവിയെ അഭിഷേകമൊക്കെ ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. നമ്മൾ ആ സന്ധ്യാദേവി ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു മഹാകാല ഭൈരവൻ്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. മഹാകാല ഭൈരവ മന്ദിറിനോട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് വൈദ്യനാഥ ക്ഷേത്രം. ആ നേരെ പുറകിലായിട്ട് കാണുന്ന അതാണ് നമ്മുടെ ശക്തിപീഠ ക്ഷേത്രം. കണ്ടോ, ആ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരാൾ കയറി ആ ഇങ്ങനെ റിബൺ പോലെയുള്ള സംഗതി കെട്ടാനായിട്ട് ഒരാൾ കയറിയിട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. നമ്മൾ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ കാലഭൈരവ ക്ഷേത്രമാണ് കഴിഞ്ഞത്. നമ്മൾ ആ കാലഭൈരവ ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ഇന്ന് ഹനുമാൻ ജയന്തിയാണ്, അതുകൊണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം. ഈ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു മാനസാദേവിയുടെ ക്ഷേത്രമാണ് കാണുന്നത്. മാനസാദേവിയുടെ ഒരു ക്ഷേത്രം. അപ്പോൾ ഇതിനോട് ചേർന്ന് മാനസാദേവിയുടെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ സരസ്വതി ദേവിയുടെ വേറെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. സരസ്വതി ദേവി ക്ഷേത്രത്തിലുണ്ട്. ഇവിടെ ഇങ്ങനെ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇങ്ങനെ യജ്ഞങ്ങളും പൂജകളും ഒക്കെ പൂജാരിമാർ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സൂര്യനാരായണ ക്ഷേത്രമാണ് കാണുന്നത്. സൂര്യനാരായണ ക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് വരികയാണ്. നമ്മൾ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ ഏകദേശം നമ്മൾ പുറക് വശത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബഗളാമുഖി ദേവിയുടെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ബഗളാമുഖി ദേവി ക്ഷേത്രം ദശമഹാവിദ്യയിൽ ഒന്നായിട്ടുള്ള ബഗളാമുഖി ദേവിയുടെ ഒരു ക്ഷേത്രമാണ്. പീതാംബര ദേവി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബഗളാമുഖിനാണ് ബഗളാനാണ് വലുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. മാ ബഗളാണ്. അടുത്തതായിട്ട് കാണുന്ന ഉപദേവത പ്രതിഷ്ഠയാണ് രാമ സീത ലക്ഷ്മണൻ. രാമനും സീതയും ലക്ഷ്മണനും കൂടെ ഉള്ള ഒരു ക്ഷേത്രമാണ്. രാമ സീത ലക്ഷ്മണന്മാർ ഉള്ള ഒരു ക്ഷേത്രമാണിത്. ഇത് സാമാന്യം വലിപ്പമുള്ളൊരു ശ്രീകോവിലാണ്. അടുത്തായിട്ട് നമുക്ക് പ്രദക്ഷിണ വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഗംഗാദേവിയുടെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ഗംഗാദേവിയുടെ ഒരു ക്ഷേത്രം. ഈ ഗംഗാദേവിയുടെ ഒരു ക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുന്നോട്ട് വരുമ്പം ഇവിടെ ഇടത് സൈഡിലായിട്ട് പ്രദക്ഷിണ വഴിയിൽ ഇടത് സൈഡിലായിട്ട് നമുക്ക് ആനന്ദഭൈരവ മന്ദിർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ് കാണുന്നത്. ആനന്ദഭൈരവൻ്റെ ഒരു ക്ഷേത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിവിടുന്ന് വീണ്ടും പ്രദക്ഷിണം ചെയ്ത് മുന്നോട്ട് വരുമ്പം ഗൗരീശങ്കർ മന്ദിർ. ഇവിടെ ഒരു ഗൗരീശങ്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രമാണ്. ഗൗരീശങ്കറിൻ്റെ ചെറിയൊരു ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത്. ഈ ഗൗരീശങ്കര ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് കുറച്ച് പുറകിലോട്ട് വരുമ്പം നമുക്കിവിടെ ഒരു നർമ്മദേശ്വർ ക്ഷേത്രം കാണാം. നർമ്മദേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ശിവക്ഷേത്രം നമുക്കിവിടെ ഈ ഗൗരീശങ്കര ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നർമ്മദേശ്വര ക്ഷേത്രം. നമ്മൾ നർമ്മദേശ്വര ക്ഷേത്രമൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ പ്രധാന കോമ്പൗണ്ട് ഭാഗത്ത് നർമ്മദേശ്വര ക്ഷേത്രം ശക്കലം ഉള്ളിലോട്ട് മാറിയിട്ടാണ്. ഇവിടെ ഈ താരാദേവി ക്ഷേത്രമാണ് കാണുന്നത്. ഇവിടെ പ്രദക്ഷിണ വഴി താരാദേവിയും ദശമഹാവിദ്യയിലെ ഒരു ദേവിയാണ്. താരാദേവിയുടെ ഒരു ക്ഷേത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ താരാദേവി ക്ഷേത്രം കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്ന കാളി ക്ഷേത്രമാണ്. ഒരു കാളി ക്ഷേത്രമാണ്. ഈ കാളിയും ദശമഹാവിദ്യയിലൊന്നാണ്. ഈ ദശമഹാവിദ്യ എന്തൊക്കെയാണെന്ന് നമുക്ക് ഭാവിയിൽ പറ്റുമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം പ്രദക്ഷിണം ചെയ്ത് വീണ്ടും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നേരെ മുൻഭാഗത്തായിട്ട് വേറെ 1-2 ചെറിയ ക്ഷേത്രങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് കാണാം. ഇവിടെ ഒരു അന്നപൂർണ ക്ഷേത്രമാണ്. കാരണം അന്നപൂർണ ദേവിയുടെ ഒരു ക്ഷേത്രമാണ്. ഈ അന്നപൂർണ ദേവി ക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് കാണുന്നത്. ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഇതാണ് ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു നീലകണ്ഠ ക്ഷേത്രമാണ്. നീലകണ്ഠ ക്ഷേത്രം ശിവൻ്റെ തന്നെ പല ഭാവങ്ങളാണ് ഇവിടെ കാണുന്ന. പല ക്ഷേത്രങ്ങളും അങ്ങനെ ശിവൻ്റെയും പാർവതിയുടെയും പല ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നീലകണ്ഠ മന്ദിരമാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും പ്രദക്ഷിണം ചെയ്ത് നമ്മളിപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ശക്തിപീഠ ക്ഷേത്രം, ജയദുർഗ ശക്തിപീഠ ക്ഷേത്രം. ഈ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ജ്യോതിർലിംഗ ക്ഷേത്രം. ഇതുകൊണ്ട് ആൾക്കാർ വഴിപാടായിട്ട് ഈ റിബൺ പോലെയുള്ള സംഗതി ഇങ്ങനെ വലിച്ചു കെട്ടുന്നതാണ്. ശിവക്ഷേത്രത്തിൽ നിന്ന് ശക്തിയിലേക്ക് വലിച്ച് ശക്തിക്ഷേത്രത്തിലേക്ക്, ദേവീക്ഷേത്രത്തിൽ നിന്ന് ശിവക്ഷേത്രത്തിൽ നിന്ന് ദേവീക്ഷേത്രത്തിലേക്ക് ഇത് വലിച്ചു കെട്ടുന്നതാണ് കാണുന്നത്. ഇത് നമ്മൾ ഈ വൈദ്യനാഥ ക്ഷേത്രത്തിൽ കണ്ട ഒരു പയ്യനാണ്. നമുക്ക് റിതേഷ് കുമാർ ശർമ്മ എന്നാണ് പേര്. അദ്ദേഹം ഇവിടെ ഈ ആൾക്കാർക്ക് വേണ്ട ഫോട്ടോയൊക്കെ
എടുത്ത് കൊടുക്കാനായിട്ട് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഫോട്ടോയ്ക്കൊന്നും യാതൊരുവിധ വിലക്കും ഇല്ല. ആൾക്കാർക്ക് ഇവിടെ അമ്പലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെയുള്ള സൗകര്യമുണ്ട്. ഈ കിतना ഫോട്ടോ കിഞ്ചനെങ്കിൽ 50 का आता है, 30 का आता है, 100 का आता है. 50 രൂപയുടെ 30 രൂപയുടെ 100 രൂപയ്ക്കും ഒക്കെ ഇവിടെ ഇവർക്ക് ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന അതാണ്. ഇതുപോലെ അനേകം ആൾക്കാരെ നമുക്കിവിടെ കാണാം, ഫോട്ടോഗ്രാഫേഴ്സ്. ഇവിടെ കണ്ട ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഈ ശിവക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഈ റിബൺ വലിക്കുന്നതാണ്. ഇതിനിവിടെ പറയുന്നത് ഗഡ്ബന്ധൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 500 രൂപ മുതൽ റേറ്റാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നതിന്, വഴിപാടായിട്ട് ചെയ്യുന്നത്. മുകളിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഈ ആൾക്കാരിരുന്ന് അവർ കൊടുക്കുന്ന റിബണ് ഇങ്ങനെ താഴോട്ടിടും. അത് ഇങ്ങനെ ഇവരിങ്ങനെ നിലത്തോട് ഇവർക്ക് കൊണ്ടുപോകാൻ അത്രയും ദൂരം ഇവരിങ്ങനെ ഇത് പിടിച്ചുകൊണ്ട് പോകും. പിടിച്ചുകൊണ്ട് പോയിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി കെട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ സിംഹദ്വാരം വഴി ആൾക്കാർ അകത്തോട്ട് കയറുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമ്മളിവിടെ നിന്ന് നേരെ ഇനി കുറച്ച് മാറി ഇവിടുന്ന് ഏകദേശം ഒരു 1/4 കിലോമീറ്റർ ദൂരെയായിട്ട് ശിവഗംഗാ തീർത്ഥം എന്ന് പറഞ്ഞൊരു തീർത്ഥക്കുളമുണ്ട്. ആ കുളത്തിൻ്റെ കാഴ്ച കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ ശിവഗംഗ തീർത്ഥത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ശിവഗംഗ തീർത്ഥം. വളരെ വലിപ്പത്തിലുള്ള ഒരു കുളമാണ്. ഇവിടെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അനേകം ആൾക്കാർ ഇവിടെ കുളിക്കുന്നതാണ്. ഇവിടെ അനേകം ആൾക്കാർ ഇവിടെ കുളിച്ചിട്ട് നമ്മൾ മുമ്പേ വന്ന വഴിയെ, അതായത് ആ കാണുന്ന വഴി നേരെ അങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആണ് ശിവഗംഗാ തീർത്ഥം. വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെയും ജയദുർഗ ശക്തിപീഠത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നേപ്പാളിലെ ജനക്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബീഹാർ അതിർത്തി കടന്നാണ് നമ്മൾ ജാർഖണ്ഡിലുള്ള ഈ ക്ഷേത്രത്തിലെത്തിയത്. ജനക്പൂരിൽ നിന്ന് ഇവിടം വരെയുള്ള യാത്രയുടെ ദൃശ്യമാണ് മുന്നോട്ട് ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 41 ദിവസത്തെ നേപ്പാൾ വാസത്തിന് ശേഷം ഇന്ന് തിരിച്ച് ഭാരതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നേപ്പാളിൽ നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ജനക്പൂരിൽ താമസിച്ച മുറിയാണ്. ഇവിടെ നമ്മൾ താമസിച്ച ഈ റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ശക്തിപീഠവും സീതയുടെ ക്ഷേത്രവും ശ്രീരാമക്ഷേത്രവും ഒക്കെ ഉള്ളത്. നമ്മളിവിടെ നിന്ന് ഇനി ജനക്പൂർ റോഡ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള ട്രെയിൻ ഉള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് ഇവിടെ നേപ്പാളിലെ ബോർഡർ വരെ പോവാണ്. ബോർഡറിൽ നിന്ന് നമുക്ക് വേറെ ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ത്യയിൽ കടന്ന് അവിടുന്ന് വേറെ വണ്ടിക്ക് പോകണം. ഇതിപ്പോൾ ജനക്പൂരാണ്. ജനക്പൂർ നമ്മൾ ഇന്നലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതാണ്. ജനക്പൂരിലെ സീതാദേവി ജനിച്ച സ്ഥലമാണ്. അതുപോലെ ശ്രീരാമൻ്റെ വിവാഹം നടന്ന സ്ഥലമാണ്. ഇതാണ് ജനക്പൂർ ടൗൺ. ഇവിടെ നിന്ന് കുറച്ചൊരു 1 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ നമ്മുടെ സീതാദേവിയുടെ ജന്മസ്ഥലവും ശ്രീരാമൻ്റെ വിവാഹം നടന്ന സ്ഥലവും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് 10-15 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഇന്ത്യൻ ബോർഡർ വരുന്നത്. ബോർഡറിലോട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഇ-റിക്ഷയ്ക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേപ്പാളിൽ നമ്മൾ ഏകദേശം ഒരു മാക്സിമം ഒരു 2 ആഴ്ച പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ നേപ്പാളിൽ വന്നത്. പക്ഷേങ്കിൽ നമ്മൾ 41ാമത്തെ ദിവസമാണ് നേപ്പാളിൽ വന്നിട്ട്. മാർച്ച് മാസം 1-ാം തീയതിയാണ് നമ്മൾ നേപ്പാളിൽ കയറിയത്. ഇന്നിപ്പം ഏപ്രിൽ മാസം 11-ാം തീയതിയായി. ഇത്രയും ദിവസം 41 ദിവസം നമ്മൾ നേപ്പാളിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ശക്തിപീഠങ്ങൾ 3 ശക്തിപീഠങ്ങൾ കണ്ടു. മുക്തിനാഥ ക്ഷേത്രം കണ്ടു, പശുപതിനാഥ ക്ഷേത്രം കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ഇന്ത്യയിലോട്ട് കിടക്കുകയാണെന്ന്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ ബോർഡറിനോട് അടുക്കുകയാണ്. ജാഠി എന്ന് പറയുന്നൊരു ബോർഡറാണ്. നമ്മൾ ഇങ്ങോട്ട് കയറിയത് നമ്മൾ സൊണാലി ബോർഡർ വഴിയാണ് കയറിയത്. ഇപ്പോൾ നമ്മൾ ജാഠി എന്ന് പറയുന്ന ഒരു ബോർഡറാണ്. അപ്പോൾ ഇത് ജനക്പൂരിലൊക്കെ പോകാനായിട്ട് ജനക്പൂരിനടുത്തുള്ള ഒരു ബോർഡറാണ്. നമ്മളങ്ങനെ ഇന്ത്യൻ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് കയറാനായിട്ടുള്ള ബോർഡർ. അപ്പോൾ നമുക്കിനി അവിടെ നിന്ന് വേറെ ഒരു ഓട്ടോയ്ക്ക് കയറി പോകണം. ഇത് വണ്ടി ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവുകയില്ല. ഇവിടെ നേപ്പാളിൽ നിന്ന് ഞങ്ങൾക്ക് പല പ്രാവശ്യം പറ്റിയ ഒരു അബദ്ധമാണ്. ഇവിടെ വരുന്നവർക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ ഇവരോട് പൈസ ചോദിക്കുമ്പോൾ നേപ്പാളിയാണോ ഇന്ത്യൻ ആണോ എന്ന് ചോദിക്കണം. ഈ വന്ന ഓട്ടോക്കാരൻ ഞങ്ങളോട് നേപ്പാളി 350 എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് അയാൾ പറയുകയാണ് ഇന്ത്യൻ 350 വേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നേപ്പാളി വരുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ പറയുന്ന കറൻസി ഏതാണ്, നേപ്പാളിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഇവർ പറയുന്ന കറൻസി ഏതാണ്, ഇന്ത്യൻ കറൻസി ആണോ അതോ ഇത്. അപ്പോൾ ഇവിടുന്ന് 350 രൂപ നേപ്പാളി മണിയാണ് പറഞ്ഞത് ഇയാൾ. ഇവിടെ വന്നിട്ട് അയാൾ പറയുകയാണ് ഇന്ത്യൻ മണിയാണ് വേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ ബോർഡറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ബോർഡർ. ഇത്രയും ചെറിയ ഒരു വഴിയാണ് ഇതുണ്ടോ. നമ്മൾ വളരെ ചെറിയൊരു വഴിയാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ഇതുവഴിയാണ് നമ്മൾ ഇന്ത്യൻ ബോർഡറിലേക്ക് അടുക്കുന്നത്. ജനക്പൂരിലോട്ടൊക്കെ പോകാനായിട്ടുള്ള വഴി. നമ്മൾ വന്നത് വേറെ വഴി കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത് സൊണാലി ബോർഡർ വഴിയാണ്. ഇത് ജനക്പൂർ, ഇവിടെ അടുത്തുള്ള ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനക്പൂർ റോഡ് എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അങ്ങോട്ട് പോകുന്ന ബോർഡറാണിത്. ഈ ബോർഡറിൽ ഇവിടെ കാണുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ആരോട് ചോദിച്ചിട്ട് ഈ ബോർഡർ
റെയിൽവേ സ്റ്റേഷനിലോട്ട്, നമ്മുടെ ജനക്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയൊന്നും ആർക്കും കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മൾ പിന്നെ ഒരു ഓട്ടോക്കാരനോട് ചോദിച്ച് ജനക്പൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ഇവിടുന്ന് ഓട്ടോയ്ക്ക് കൊണ്ട് വിടാനാണ് പറഞ്ഞത്. ആ ഓട്ടോയ്ക്ക് കയറി പോകാം. 1500 രൂപയാണ് ഇന്ത്യൻ മണി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓട്ടോയ്ക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ ആർക്കും ഈ ജനക്പൂർ സ്റ്റേഷനെ കുറിച്ചിട്ട് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. നമ്മൾ അന്വേഷിച്ച് പിടിച്ച് പോകാനാണെങ്കിലും. അങ്ങനെ നമ്മൾ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ നേപ്പാളിലോട്ട് അങ്ങോട്ട് കടന്നത് ഉത്തർപ്രദേശിലെ ഷെനോളി ബോർഡർ വഴിയാണ് കടന്നത്. ഇപ്പം നമ്മൾ ബീഹാറിലോട്ടാണ് കടന്നിരിക്കുന്നത്. ബീഹാറിൻ്റെ ഉൾഗ്രാമത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ വീടുകളൊക്കെ കണ്ട പഴയ രീതിയിലുള്ള വീടുകൾ. അപ്പം അങ്ങനെ നമ്മൾ സാമാന്യം വലിയ കുഴപ്പമില്ലാത്തൊരു റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ ബീഹാറിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വീടുകളും ഇവിടെ ഇങ്ങനെ കൂട്ടമായിട്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നല്ല മഴ പെയ്ത് നല്ല തണുത്ത് കിടക്കുകയാണ് ഇപ്പോഴേ. ചെറിയ ചെറിയ ബീഹാറിൻ്റെ ഉൾഗ്രാമങ്ങളാണ്, ഗ്രാമപ്രദേശത്തോടാണ്. വഴി എന്നാലും നല്ല ഒന്നാം തരം റോഡാണ്. ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളാണ്, പാടങ്ങളുമൊക്കെ ഉണ്ട്. വഴി നല്ല വഴിയാണ്. ഏകദേശം നമ്മുടെ ഒരു ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ കൂടെ ഒക്കെ പോകുന്ന ഏകദേശം ഒരു അതേപോലത്തെ കാഴ്ചകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ നേപ്പാൾ പര്യടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭാരതത്തിലേക്ക് കയറുവാണ്. നമ്മുടെ പര്യടനം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 2.5-3 മാസം അടുക്കാറാകുന്നു നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, കന്യാകുമാരി നമ്മുടെ യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോകുന്നത് ജാർഖണ്ഡിലുള്ള വൈദ്യനാഥ് ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ശക്തിപീഠം കാണാനായിട്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വഴിയിലൊക്കെ CRPFകാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഈ നമ്മുടെ നക്സൽ ഏരിയ വല്ലതും ആണോന്ന് അറിയത്തില്ല. ആണ് ഗ്രാമമാണ് നേപ്പാളിൻ്റെ നേപ്പാളിൻ്റെ ഉൾഗ്രാമങ്ങളാണ്. ഇതൊരു മാന്തോട്ടമാണ് കാണുന്നത്. മാന്തോട്ടമാണ്. മാനല്ല, മാന്തോട്ടം എന്നാണ് ഉദ്ദേശിച്ചത്. മാവിൻ തോട്ടം എന്നാണ് ഉദ്ദേശിച്ചത്. മാവിൻ തോട്ടം. അങ്ങനെ ബീഹാറിൻ്റെ ഗ്രാമത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരു സംഗതി ഇവിടുത്തെ ഈ റോഡാണ്. നല്ല ഒന്നാം തരം റോഡ്, നല്ല റൺവേ പോലത്തെ റോഡാണ്. ബീഹാറിൽ നമ്മൾ എന്നുള്ള ഉൾഗ്രാമങ്ങളിൽ ഇത്രയും നല്ലൊരു റോഡ് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. കണ്ട, നമ്മളിങ്ങനെ കുറേ സ്ഥലങ്ങൾ, ഇങ്ങനെ കൃഷി സ്ഥലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് വരുന്നത്. വീണ്ടും ചെറിയൊരു ഗ്രാമമാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ട എന്ത് ചെറിയ വീടുകളാണ്. നാട് വളർത്തൽ, അങ്ങനെ ചെറിയ ചെറിയ വീടുകൾ. ഇത് ഏതാണ്ട് പുല്ലുകൊണ്ടൊക്കെ മേഞ്ഞ രീതിയിലുള്ള വീടുകളാണ് മിക്കവാറും കാണുന്നത്. ചെറിയ മാടക്കട പോലത്തെ ചെറിയ കടകൾ. നമുക്കെന്നാൽ ഇങ്ങനെ ഓട്ടോയ്ക്ക് വന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. അങ്ങനെ നമ്മൾ ജനക്പൂർ റെയിൽവേ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനക്പൂർ റെയിൽവേ സ്റ്റേഷനായി. ജനക്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ. ജനക്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനാണ്. ജനക്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ രാത്രി 11 മണിക്കുള്ള ഒരു ട്രെയിനിന് കയറി രാവിലെ ഒരു 7 മണിയാകാറാകുമ്പോഴത്തേനും നമ്മൾ JCD എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. JCD എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് ജാർഖണ്ഡിൽ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. നമ്മൾ ബീഹാർ ബോർഡറിലുള്ള ജനക്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് JCD റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ ആണ് നമ്മുടെ ജയദുർഗ ശക്തിപീഠം. ജയദുർഗ ശക്തിപീഠം നമ്മുടെ വൈദ്യനാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ്. നമ്മുടെ ഈ വൈദ്യനാഥ് ജ്യോതിർലിംഗവും ജയദുർഗ ശക്തിപീഠവും ഒരു ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സിൽ തന്നെയാണ്. അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് JCD എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, അതായത് ദ്യോഗർ എന്ന് പറയുന്ന ജാർഖണ്ഡ് ദ്യോഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററോളം ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. അവിടെ നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷന് വെളിയിൽ നിന്ന് തന്നെ 20 രൂപയ്ക്കൊക്കെ നമുക്ക് ഷെയർ ഓട്ടോകൾ കിട്ടും. നമ്മൾ അങ്ങനെ ഷെയർ ഓട്ടോയ്ക്കാണ് നമ്മൾ ഈ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും പോകുന്നത്. ജാർഖണ്ഡിലെ വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രത്തിന്റെയും ജയദുർഗ ശക്തിപീഠ ക്ഷേത്രത്തിന്റെയും കാഴ്ചകളോടൊപ്പം നേപ്പാളിലെ ജനക്പൂരിൽ നിന്ന് ഇവിടം വരെയുള്ള യാത്രയുടെ കാഴ്ചകളും പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റായിട്ട് അറിയിക്കുക. എല്ലാവർക്കും നമസ്കാരം.